I'm Deepa Espanikar here inside my house. Now the time is 7:30. Okay, 28 showing 7:30. We will consider it as 7:30. And what I'm saying about in my house, Sahadeva Mandiram, Bernica village, and the property survey number is 7/28, 7/32, and 7/33. This is my house. Here I am. Okay, with my mother, not anybody else. And what I have to say is about the story I have read in Google once more. I refreshed my this thing, and that sir told me that time the story. I was not. I after that I did not I did not even clarified what the real story is. Now I just clarified what happened, and the story is actually about നമ്മുടെ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കൈതു പ്രഗ്നൻ്റ് ആണ്. അപ്പം ഈ ഹിരണ്യകശിപു നമ്മുടെ തപസ്സിന് പോയി എന്ന് വെച്ചാൽ ഇമ്മോർട്ടാലിറ്റി, മരണമില്ലാത്തവനായി മാറുന്നതിന് വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ പോയി. ആ സമയത്താണ് നമ്മുടെ ഇന്ദ്രൻ, ദേവലോകത്തെ ഇന്ദ്രൻ, ദേവലോക രാജാവായ ഇന്ദ്രൻ ഇവരുടെ രാജ്യം ആക്രമിക്കും, ഹിരണ്യകശിപുവിൻ്റെ. അങ്ങനെ കായതുവിനെ ബന്ദിയാക്കും. എല്ലാവരും ഓടും, കായതുവിനെ ബന്ദിയാക്കി കൊണ്ടുപോകും. എന്നിട്ട് അപ്പോൾ ഈ കായതു പ്രഗ്നൻ്റ് ആണ്. നമ്മുടെ അപ്പം നമ്മുടെ ഇന്ദ്രൻ വിചാരിക്കും ഇവരെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. കാരണം ഇവർ ഈ ഹിരണ്യകശിപുവിൻ്റെ വരുന്ന സന്താനമല്ലേ. അപ്പോൾ ഹിരണ്യകശിപുവിനെ പോലെ തന്നെ ദുഷ്ടനായിരിക്കും ഈ ജനിക്കാൻ പോകുന്ന മകനും. ഇതുപോലെ ഡെമനിക് നേച്ചർ ആയിരിക്കും. അതുകൊണ്ട് ഒരു ത്രെട്ടല്ലേ, ഭാവിയിലേക്കുള്ള ഒരു ത്രെട്ടിനെ ഇല്ലാതാക്കിയേക്കാം എന്നുള്ള ഇതിൽ ഇല്ലാതാക്കാൻ ഇവരെ കൊല്ലാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നാരദ മഹർഷി അവിടെ വന്നിട്ട്, നിനക്ക് അങ്ങനെ ചെയ്യാവോ, ഒരു സ്ത്രീയോട് ഇതൊക്കെ പാപങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണോ, പിന്നെ അതൊന്നും ശരിയല്ല, അത് തന്നെയല്ല, ഇത് അങ്ങനെയുള്ളൊരു കുഞ്ഞല്ല, ഇത് ഡിവോട്ടിയാണ്, നമ്മുടെ നാരായണൻ്റെ, വിഷ്ണു ഭഗവാന്റെ ഡിവോട്ടിയാണ്, നിനക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല എന്നൊക്കെ, അത് ദൈവാധീനമുള്ള കുഞ്ഞാണ്, ദൈവം അറിഞ്ഞുള്ള കുഞ്ഞാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവനാണ്, നിനക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, നീ അങ്ങനെ ചെയ്യുന്നതും പാപമാണ് എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം ഡെമനിക് നേച്ചറല്ല, ദൈവ സ്വഭാവമാണ്. അങ്ങനെ ദേവേന്ദ്രൻ അതിന് ഇതാക്കി റിപ്പൻറ്റൻസ് ക്ഷമ ചോദിച്ച് പോകും. അങ്ങനെ കൈതുവിനെ നാരദ മഹർഷിയുടെ നമ്മുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി അവിടെ നോക്കും, ഹിരണ്യകശിപു വരുന്നവരെ എങ്ങാണ്ട്. അങ്ങനെ നമ്മുടെ നാരദ മഹർഷി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമെന്നാണ് പറയുന്നത് അമ്മയ്ക്കും. അങ്ങനെ വയറ്റിൽ കിടന്ന നമ്മുടെ പ്രഹ്ലാദൻ കഥകൾ കേട്ട് വളരും ഭഗവാന്റെ. അങ്ങനെ ഭയങ്കര ഡിവോട്ടിയായിട്ട് ജനിക്കും. വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഡിവോട്ടിയാവും ഭഗവാന്റെ. അങ്ങനെയാണ് ഭഗവാന്റെ ഡിവോട്ടിയാവുന്നതും ഭഗവാനെ നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടാവുന്നത് പ്രഹ്ലാദന്. കഥകളൊക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെയാണ്, ഇത് സത്യമാണ്. അപ്പം ഞാൻ അന്നിങ്ങനെ വിചാരിച്ചു, ചുമ്മാതല്ല എൻ്റെ കുഞ്ഞും ജനിച്ചത്. എൻ്റെ മാളുവും ഞാൻ പറഞ്ഞ അഷ്ടമി രോഹിണിയുടെ അന്നുള്ളതാണ്. 2005 നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 2005 അഷ്ടമി രോഹിണി വൈകിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ വൈകിട്ട് ഞാൻ ഈ തേരിൽ കൂടെ ഒക്കെ പോകുന്ന ഭഗവാന്റെ ശോഭായാത്രയൊക്കെ കണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിരുന്ന്, അന്നത്തെ എന്തോ കാരണം കൊണ്ട് ഒത്തിരി വൈകി. ഡോക്ടർ ഭയങ്കര വൈകി, 10-11 മണിയായി രാത്രിയിൽ ഞാൻ എൻ്റെ കൺസൾട്ടേഷൻ നടക്കുമ്പം തന്നെ. എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എന്നെ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. അന്നേരം നമ്മളിങ്ങനെ അന്ന് ഒത്തിരി കുഞ്ഞുങ്ങളിങ്ങനെ ജനിക്കുവാണ് അഷ്ടമി രോഹിണിയുടെ അന്ന്. അപ്പം ഞാനിങ്ങനെ ഭഗവാനോട് മനസ്സിലിങ്ങനെ, ആരും അറിയാതെ മനസ്സിൽ പറഞ്ഞ്, ഒത്തിരി കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അഷ്ടമി രോഹിണിയാണെന്ന് എല്ലാവർക്കും പറയാം, ഭഗവാന്റെ നാളാണെന്ന് എന്ന് പറയാമല്ലോ ഭഗവാനെ എന്നപ്പം നമുക്കറിയാം. നമുക്കൊന്നും അറിയില്ലല്ലോ, നമുക്കറിയാം മാളു ജനിക്കാനുള്ള സമയമൊന്നും ആയില്ല, പിന്നെ ഇപ്പം ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ടും നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഈശ്വര ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ദിവസം ജനിക്കുന്നല്ലോ എന്ന് സത്യമായിട്ടും തോന്നിയതാണ്. അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്നും ഇവളെ ഏതാണ്ടൊക്കെ കലക്കിത്തരുവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ നമ്മളെ അഡ്മിറ്റ് ചെയ്ത്, എന്നിട്ട് നെക്സ്റ്റ് ഡേ ആയി 4:10 ആയപ്പോഴാണ് എൻ്റെ മാളുവിനെ എന്തോ വെച്ച് താമസിപ്പിച്ചതാണ്. എന്തെങ്കിലും വന്ന് പോകുന്ന ഈ കൊച്ചു ചത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുകുമാരൻ എന്ന് പറയുന്ന ഡോക്ടർ എൻ്റെ അമ്മയുടെ ബന്ധുവാണ്. എൻ്റെ അമ്മയുടെ അനിയത്തി എന്ന് പറയുന്ന കള്ളി ജലജയുടെ ഭർത്താവിൻ്റെ ചേട്ടനാണ്. അപ്പം ഇവൻ അന്ന് എന്നെ അഡ്മിറ്റ് ചെയ്ത്, ഇങ്ങനെ പ്രഷറാന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത അന്ന് തന്നെ ഈ ബിജു പി എന്ന് പറയുന്നവൻ ഈ ഡോക്ടറിനെ കയറി കണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്തൊക്കെയോ സംസാരിച്ച്
അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം നമ്മളെ നെക്സ്റ്റ് ഡേ ഒത്തിരി താമസിപ്പിച്ച് ഈ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ പ്രഷർ കണ്ടുകൊണ്ട് ഇങ്ങനെ കൈ താടിക്ക് വെച്ചിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സിസേറിയൻ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞവർ നെക്സ്റ്റ് ഡേ 4 മണി വരെ മാറ്റി. പക്ഷേ ഇതുപോലെ എന്താണ്, നമ്മുടെ പ്രഹ്ലാദനെ പോലെ ദൈവാധീനം ഉള്ളതുകൊണ്ടാണ് ജനിച്ചത്. അല്ലേ ഇതായി പോയേനെ, മരിച്ചു പോയേനെ. പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ വലിയവനായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മാളു ജനിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് അന്ന് ഈ ജലജയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു മുഖഷേപ്പുണ്ട്, ഇന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞ് ജനിച്ചു എന്നുള്ളൊരു സന്തോഷമല്ല ആ മുഖത്ത്, ഒരു വിഷാദ ഭാവമായിരുന്നു ജലജയുടെ മോന്തയ്ക്ക്. എന്തോ വലിയൊരു ആപത്ത് സംഭവിച്ചതുപോലെ, ഞങ്ങളെ ഇനി 2 പേരെ കൊല്ലണമല്ലോ ഈ സ്വത്തും മുതലും ഒക്കെ അടിച്ചു മാറ്റാനെന്നുള്ളൊരു ഭാവമായിരുന്നു ഈ ജലജയുടെ മുഖത്തത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവൾക്കൊരു സാധാരണ കുഞ്ഞൊക്കെ ജനിച്ചാൽ എന്താ പറയുന്നത്, കുഴപ്പമൊന്നുമില്ലാതെ ജനിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം അവരുടെ മുഖത്തില്ലായിരുന്നു. അവരിങ്ങനെ വന്നിങ്ങനെ വെളിയിലെ ഒരു വാതിലിൻ്റെ അടുക്ക വന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് ഇന്നും എൻ്റെ ഇതിലുണ്ട്. എൻ്റെ അമ്മ എന്നോടങ്ങ് വഴക്കായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച്, ഭയങ്കര വഴക്ക്. പൈസ ഇല്ല, പൈസ കൊടുക്കാനില്ല,